നമസ്കാരം. ഏത് കുറ്റവാളിയെയും തിരിച്ചറിയുന്നതിന് വേണ്ടി എവിടെയും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കും, ദൈവം ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പലപ്പോഴും പല കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം ചില തെളിവുകൾ നിർണായകമാകാറുണ്ട്. അത് ഒരുപക്ഷെ ഒരു മുടിയിഴയാകാം, അല്ലെങ്കിൽ ഒരു വിരലടയാളമാകാം, അതുമല്ലെങ്കിൽ വസ്ത്രത്തിന്റെയോ മറ്റേതെങ്കിലും ഭാഗങ്ങളുടെയോ ഒരു അവശിഷ്ടമാകാം. എന്തു തന്നെയായാലും കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാർ കൊല്ലപ്പെട്ട കേസിലും പോലീസിന് തുമ്പായത് ഇത് തന്നെയാണ്. പ്രതിയുടെ ഒരു വിരലടയാളമാണ്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ടൂറിസ്റ്റ് ഹോമും മറ്റ് അനുബന്ധ ബിസിനസ്സുകളും നടത്തുന്ന വിജയകുമാറും ഭാര്യ മീരയും അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. വിജയകുമാറിന്റെ മകൻ ഗൗതം നേരത്തെ, അതായത് 7 വർഷങ്ങൾക്ക് മുൻപ് അതിദാരുണമായി തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ആത്മഹത്യയാണ് എന്നാണ് അന്ന് പോലീസ് നിരീക്ഷിച്ചിരുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിജയകുമാർ ഹർജി കൊടുക്കുകയും മകന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI വരികയും ചെയ്തു. എന്നാൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. മകന്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI വരുന്ന ഒരു സന്തോഷത്തിൽ തന്നെയായിരുന്നു വിജയകുമാർ. എന്നാൽ ഗൗതമിന്റെ മരണം CBI അന്വേഷിക്കുന്നത് പ്രതികളായ ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഗൗതമിനെ കൊലപ്പെടുത്തിയവർ തന്നെയാവാം വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊന്നത് എന്നുള്ള ഒരു സംശയമായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസ് ഇത് ആദ്യമേ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയം SP ആയ ഷാഹുൽ ഹമീദ് കൃത്യമായി തന്നെയാണ് അപ്പോഴും നിലകൊണ്ടിരുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന നിലപാടിലായിരുന്നു ഷാഹുൽ ഹമീദും സംഘവും. അത് തെറ്റിയില്ല. എന്നാൽ കോട്ടയം തിരുവാതിക്കൽ നടന്ന ഈ കൊലപാതകത്തിന് കേരളത്തിൽ മുമ്പ് നടന്ന പല കൊലപാതകങ്ങളുമായി ചില സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലം കാരണവർ വില്ലയിൽ കാരണവർ കൊല്ലപ്പെട്ടതുപോലുള്ള ചില സമാനതകൾ ഈ കേസിലും ഉണ്ടായിരുന്നു. അന്ന് കാരണവർ താമസിച്ചിരുന്ന ബംഗ്ലാവിൽ 2 കൂറ്റൻ പട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ പട്ടികൾ കുരച്ചിരുന്നില്ല എന്നാണ്, അതായത് കാരണവരുടെ കൊലപാതകം നടക്കുന്ന രാത്രിയിൽ ഈ പട്ടികളുടെ കുര സമീപവാസികൾ കേട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ വീട്ടിലേക്ക് അപരിചിതരായ ആരെങ്കിലും എത്തുകയാണെങ്കിൽ വലിയ ഇനത്തിൽപ്പെട്ട ഈ നായ്ക്കൾ വലിയ ശബ്ദത്തോടു കൂടി കുരയ്ക്കുന്നത് കേൾക്കാമായിരുന്നു എന്നാണ് അയൽവാസികൾ പറഞ്ഞത്. എന്നാൽ കാരണവർ വധക്കേസിൽ കാരണവർ വധം നടക്കുന്ന രാത്രിയിൽ പട്ടികളുടെ കുര അയൽവക്കക്കാർ കേട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പോലീസ് അതേ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് വീടിനകത്തു നിന്നുള്ള ആളുകൾക്ക് കൃത്യമായ പങ്കുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും കാരണവരുടെ മകൾ ഷെറിനെ ഉൾപ്പെടെയുള്ള കൊലപാതകികളെ കണ്ടെത്തുകയും ചെയ്തത്. ഇവിടെയും പോലീസിനെ കുഴക്കിയതും പോലീസിന് തുമ്പായതും ഇത് തന്നെയാണ്. അയൽവക്കക്കാരും തന്നെ വിജയകുമാറിന്റെ വീട്ടിലുണ്ടായിരുന്ന 2 വലിയ പട്ടികൾ, അതും ലാബർ ഇനത്തിൽപ്പെട്ട പട്ടികളുടെ കുര അയൽവക്കത്ത് എവിടെയും കേട്ടിരുന്നില്ല എന്ന് തന്നെയാണ് അയൽവക്കക്കാരനായ ജയകുമാർ അടക്കമുള്ള ആളുകൾ പോലീസിനോട് പറഞ്ഞത്. അതിൽ നിന്നും പോലീസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതായത് ഒരു പറമ്പിൽ, വിശാലമായ ഒരു പറമ്പിൽ നിലകൊള്ളുന്ന വിജയകുമാറിന്റെ ആഡംബര വസതിയിൽ വളർത്തുന്ന 2 വലിയ കൂറ്റൻ നായ്കൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം വീട്ടിൽ നടക്കുമ്പോൾ ശബ്ദിക്കാതിരിക്കുക, കുരയ്ക്കാതിരിക്കുക. പുറമേ നിന്ന് അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ ഈ നായ്ക്കൾ കുരയ്ക്കുക പതിവാണ്. 12 അടി ഉയരമുള്ള മതിലും ഗേറ്റും ചാടിക്കടന്ന് ഏതെങ്കിലും ഒരു അന്യ ആൾ ഈ കോമ്പൗണ്ടിനകത്ത് കയറുകയാണെങ്കിൽ തീർച്ചയായും നായ്ക്കൾ കുരയ്ക്കേണ്ടതാണ്. എന്നാൽ നായ്ക്കൾ കുരച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിജയകുമാറിന്റെ വീടിനകത്ത് അല്ലെങ്കിൽ വിജയകുമാറിന്റെ കോമ്പൗണ്ടിൽ കയറിയ ആളെ നായ്ക്കൾക്ക് നേരത്തെ പരിചയമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ആദ്യമേ എത്തിച്ചേർന്നത്. ഇവിടെയാണ് വിജയകുമാറുമായി ബന്ധപ്പെട്ട ജോലിക്കാരെ ചുറ്റിപ്പറ്റിയുള്ള പോലീസിന്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് അമിത് ഉറാങ്ങിൽ ചെന്നെത്തിയത്. ഇന്ദ്രപ്രസ്ഥം ടൂറിസ്റ്റ് ഹോമിൽ അമിത് ഉറാങ് നേരത്തെ ജോലി ചെയ്തിരുന്ന ആൾ തന്നെയാണ്. അവിടെ വെച്ച് ഇയാൾ വിജയകുമാറുമായി നല്ല പരിചയത്തിലാവുകയും അയാളുടെ, അതായത് അമിത് ഉറാങ്ങിന്റെ ഭാര്യയെ വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തുകയും ചെയ്തു. ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ്. ഭാര്യയാണോ ഇല്ലയോ എന്നുള്ളത് വിജയകുമാറിന്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ആ സന്ദർഭത്തിൽ വിജയകുമാറിന്റെ iPhone അമിത് ഉറാങ് കട്ടെടുക്കുകയും ഈ ഫോണിൽ നിന്നും വലിയൊരു തുക തന്റെ ഫോണിലേക്ക് Google Pay അയക്കുകയും ചെയ്തതോടുകൂടി അമിത് ഉറാങ്ങിനെ പോലീസിൽ ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് പോലീസിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ വിജയകുമാറിന്റെയും ഭാര്യയെയും ആക്രമിക്കുന്നതിന് വേണ്ടി വരികയും ഈ സന്ദർഭത്തിലാണ് പോലീസുമായി ബന്ധപ്പെട്ട് വിജയകുമാർ അമിത് ഉറാങ്ങിനെ ജയിലിൽ അടപ്പിക്കുകയായിരുന്നു. അങ്ങനെ 6 മാസം ജയിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അമിത് ഉറാങ് വീണ്ടും വിജയകുമാറിനെ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിൽ ചാടിക്കടക്കുന്നതും ഡ്രിൽ ഉപയോഗിച്ച് വീടിന്റെ
ജനൽ തുറന്ന് അതുവഴി കതക് തുറന്ന് അകത്ത് കയറുന്നതും വീടിന്റെ ഔട്ട് ഹൗസിലുള്ള കോടാലി ഉപയോഗിച്ച് ഇവരെ വകവരുത്തുന്നതും മുഖം ഛിന്ന ഭിന്നമാകുന്ന രീതിയിലാണ് വിജയകുമാറിന്റെ മൃതശരീരം കണ്ടത് എന്ന് പോലീസും രേഖപ്പെടുത്തുന്നു. വിജയനെയും തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെയാണ് കാണപ്പെട്ടത്. ഇരുവരും വിവസ്ത്രരാക്കപ്പെട്ടു എന്നുള്ളത് അമിത് ഉറാങ്ങിന്റെ കൊടിയ പ്രതിഷേധം തന്നെയാണ്, പ്രതികാരം തന്നെയാണ് ഇതിലൂടെ തീർക്കപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും മറ്റുള്ള വില കൂടിയ വസ്തുക്കളൊന്നും മോഷണം പോയിരുന്നില്ല. വിജയകുമാറിന്റെ ഒരു ഫോൺ കൂടി ഈ അമിത് ഉറാങ് കൈവശപ്പെടുത്തിയിരുന്നു. അത് പോലീസ് കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിജയകുമാറിനെയും മേരിയെയും കൊല്ലാൻ ഉപയോഗിച്ച് കോടാലിയിൽ ഉണ്ടായിരുന്ന വിരലടയാളം തന്നെയാണ് അമിത് ഉറാങ്ങിനെ പെടുത്തിയത്. നേരത്തെ അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അമിത് ഉറാങ്ങിന്റെ വിരലടയാളം പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കോടാലിയിൽ നിന്നും കിട്ടിയ വിരലടയാളം ഇതുമായി ഒത്തുചേരുന്നത് തന്നെയായിരുന്നു. അവിടെ തന്നെ പോലീസിന് അറിയാമായിരുന്നു അമിത് ഉറാങ്ങാണ് ഈ കൊലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള ആളുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിന് ശേഷം പറയാം എന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ്. പക്ഷേ പോലീസ് ഒന്നും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നായ്ക്കൾ കുരയ്ക്കാതിരുന്നതിന്റെ കാരണം അവിടെ ജോലിയിലുണ്ടായിരുന്ന, അതായത് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അമിത് ഉറാങ്ങിന്റെ ഭാര്യയെ കാണാൻ അമിത് അവിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ നായകളുമായി പരിചയത്തിലുണ്ടായിരുന്നു. നായകൾക്ക് പലപ്പോഴും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിചയം വെച്ച് തന്നെയാണ് നായ്ക്കൾ കുരയ്ക്കാതിരുന്നത്. എന്നാൽ നായകൾ അവശ നിലയിൽ തന്നെയായിരുന്നു. ഇവർക്ക് അമിത് ഉറാങ് മറ്റെന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നായകൾ പൂർവ്വസ്ഥിതി പ്രാപിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിരലടയാളത്തിൽ നിന്ന് തന്നെ അമിത് ആയിരിക്കും ഇതിന്റെ പുറകിൽ എന്ന് പോലീസ് നിശ്ചയിക്കുകയും പിന്നീട് അമിത്തിന്റെ ഫോണുകൾ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമായിരുന്നു. അമിതും ബുദ്ധിമാൻ തന്നെയായിരുന്നു. വിജയകുമാറിന്റെ വീട്ടിലും പരിസര പ്രദേശത്തും സ്ഥാപിച്ചിരുന്ന ഏതാണ്ട് 16ഓളം CCTVയിൽ തന്റെ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ അമിത് ഉറാങ് ഈ CCTV ദൃശ്യങ്ങൾ ഉള്ള ഹാർഡ് ഡിസ്ക് DVR ഉൾപ്പെടെ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയും പോലീസിന് തെളിവുകൾ കിട്ടാതിരിക്കുക എന്നുള്ളതായിരുന്നു അമിത് ഉറാങ്ങിന്റെ ലക്ഷ്യം. എന്നാൽ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റു വീടുകളിൽ അമിത് ഉറാങ് വീട്ടിലേക്ക് വരുന്നതും അവിടെ നിന്ന് കൊലപാതകം കഴിഞ്ഞ് മടങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ അമിത് ഉറാങ് മുറിയെടുത്തിട്ടുണ്ടായിരുന്നു. കൊലപാതകം നടക്കുന്ന രാത്രിയിൽ അമിത് ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ലോഡ്ജ് ഉടമകൾ സാക്ഷ്യപ്പെടുത്തി. ഇവയെല്ലാം അമിത്തിലേക്ക് എത്തിച്ചേരുവാൻ പോലീസിനെ സഹായിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തന്റെ ഭാര്യയ്ക്കോ വീട്ടുകാർക്കോ ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നതിനായി ഒരു സമയത്ത് അമിത് ഉറാങ് തന്റെ ഫോൺ ഓണാക്കുകയുണ്ടായി. ഇത് പോലീസ് കൃത്യമായി തന്നെ സമയോചിതമായി ട്രാക്ക് ചെയ്യുകയും അമിത് ഉറാങ്ങിന്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് മാളയിലേക്ക് എത്തുന്നതും മാളയിൽ മേലടൂരുള്ള കോഴി ഫാമിനോട് അടുത്തുള്ള അന്യദേശ തൊഴിലാളികൾ താമസിക്കുന്ന ലായത്തിൽ നിന്നും അമിത് ഉറാങ്ങിനെ പൊക്കുകയും ചെയ്തത്. പോലീസ് ഈ കേസിൽ വളരെ വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. ഒരു വിരലടയാളത്തിൽ നിന്ന് തന്നെ അമിത് ഉറാങ്ങിനെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. കൊലപാതകി ഇയാൾ തന്നെയാണ് എന്നുള്ളത് പോലീസ് ആ കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. ഏതു വലിയ കുറ്റവാളിയും എത്രയും ബുദ്ധിമാനായ കുറ്റവാളിയും ഒരു വിദഗ്ധമായ തെളിവ് എവിടെയെങ്കിലും അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. ഇത് ദൈവത്തിന്റെ കൈക്കുറ്റപ്പാട് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്താറുള്ളത്. ഇവിടെ അമിത് ഉറാങ്ങിന് വിനയായത് അമിത് ഉറാങ്ങിന്റെ വിരലടയാളം തന്നെയാണ്. അതായത് വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിമൃഗീയമായി മുഖം ഛിന്ന ഭിന്നമാക്കി വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ച കൈക്കോടാലിയിൽ നിന്ന് തന്നെയാണ്, കോടാലിയുടെ പിടിയിൽ നിന്ന് തന്നെ കിട്ടിയ വിരലടയാളം തന്നെയാണ് അമിത് ഉറാങ്ങിന് വിനയായി മാറിയത്. പോലീസ് കൃത്യമായി തന്നെ അമിത് ഉറാങ്ങിനെ പൂട്ടുകയായിരുന്നു. ഇതിന് കൃത്യമായി പോലീസ് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു നിരീക്ഷണത്തിൽ അയാൾ വീട്ടിലേക്ക് അയച്ച ഇമെയിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് മാളയിലെ മേലടൂരിൽ നിന്നും അമിത് ഉറാങ്ങിനെ പോലീസ് പൊക്കിയത്. എന്നാൽ പോലീസ് കാര്യക്ഷമമായ രീതിയിൽ ഈ കേസിൽ തുമ്പ് കണ്ടെത്തുകയും കൊലപാതകയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടുകൂടി ഈ കേസിൽ തിരശ്ശീല വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജയകുമാറിന്റെ മകൻ ഗൗതം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 7 വർഷം കഴിഞ്ഞ് ഈ കേസ് CBI അന്വേഷിക്കാൻ വരുമ്പോൾ ഇനി ഗൗതമിന്റെ കൊലപാതകികൾ ആരാണ് എന്ന് CBI കണ്ടെത്തിയാലും അത് കണ്ടറിയുവാനോ വിജയകുമാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഏറെ ദയനീയം തന്നെയാണ്. ഓസ്ട്രേലിയയിൽ ഉള്ള അവരുടെ മകളായ ഡോക്ടർ എത്തിയാൽ മാത്രമേ ഇനി ശവസംസ്കാര ക്രിയകൾ നടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ കേസിൽ സ്തുത്യർഹമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു, അന്വേഷണം നടത്തിയിരിക്കുന്നു, കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.